168 റൺസ് ചേസ് ചെയ്യാൻ ഇറങ്ങിയ ഓസ്ട്രേലിയയെ 119 റൺസിന് എറിഞ്ഞിട്ടു 48 റൺസിന്റെ വിജയം ഇന്ത്യൻ ടീം നേടി. ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് സൂര്യകുമാർ യാദവ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ക്യാപ്റ്റനാണ്. സൂര്യകുമാർ യാദവ് നോക്കുവാണെങ്കിൽ അത്ര വലിയൊരു ബാറ്റിംഗ് ഫോമിലൊന്നുമല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ ബെസ്റ്റ് ക്യാപ്റ്റനാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ സീരീസ് ഒന്നും തോക്കാത്തതെന്ന് ഇന്നും സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസി കൊണ്ട് തെളിയിച്ചത്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് ഇന്ത്യയുടെ ബാറ്റിംഗ്. നോക്കുവാണെങ്കിൽ ഒരു 10 റൺസൊക്കെ കുറവാണെന്ന് വിചാരിക്കാം. പക്ഷേ ഒരു സ്ലോയിഷ് ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു. ഫാസ്റ്റ് ബോളർമാർ വന്ന് സ്ലോ ബൗൺസും സ്ലോ കട്ടറും ഒക്കെ എറിയുമ്പോഴത്തേന് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു സ്കോർ കണ്ടെത്താൻ. കാരണം ലെഗ് സൈഡും ഓഫ് സൈഡും നോക്കുവാണെങ്കിൽ ബൗണ്ടറി വലുതാണ്. സ്ലോയിഷ് ആയിട്ടുള്ളൊരു പിച്ചിൽ ബോൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ ആയിട്ട് വരുന്നൊരു പിച്ചിൽ റൺസ് കണ്ടെത്തുക എന്ന് വെച്ചാൽ പ്രയാസം തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ ചില ക്യാമിയോ ഇന്നിങ്സ്, ശുഭ്മൻ ഗില്ലിന്റെ ഒരു പെർഫോമൻസ് ആണെങ്കിലും ശിവൻ ഡുബെയുടെ, സൂര്യകുമാർ യാദവിന്റെ, അക്ഷർ പട്ടേലിന്റെ അവസാനത്തെ ആ ഒരു ഫിനിഷ് ഇന്ത്യ സത്യം പറഞ്ഞാൽ വിജയിപ്പിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി തന്നെയാണ്. പവർ പ്ലേക്കകത്ത് 4 ബോളർമാരെ യൂട്ടിലൈസ് ചെയ്യുന്നു. മൂന്നാമത്തെ ഓവർ എറിയാൻ വന്ന അർഷ്ദീപ് സിംഗിനെ ഒരു ഓവറിൽ 15 റൺസ് എടുക്കുന്നു. അവിടത്തേക്ക് വരുൺ ചക്രവർത്തിയും അക്ഷർ പട്ടേലിനെയും കൊണ്ടുവരുന്നു. അക്ഷർ പട്ടേൽ വന്ന് ബ്രേക്ക് ത്രൂ ഇടുന്നു. ഷോട്ടിന്റെ വിക്കറ്റ് നോക്കുകയാണെങ്കിൽ ഷോട്ട് അവിടെ അപകടകാരിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷോട്ടിന്റെ വിക്കറ്റ് എടുക്കാൻ അക്ഷർ പട്ടേലിനായി. അക്ഷർ പട്ടേൽ വന്നിട്ട് മനോഹരമായിട്ട് ബോൾ ചെയ്തു. രവീന്ദ്ര ജഡേജ എറിയുന്ന അതേ ലൈനിലാണ് വന്ന് അക്ഷർ പട്ടേൽ ബോൾ എറിഞ്ഞത്. വിക്കറ്റ് ഷോട്ടിന്റെ വിക്കറ്റ് നോക്കുകയാണെങ്കിൽ ലെഗ് ബിഫോർ ആണ്. അതുപോലെ തന്നെ ജോഷ് ഇംഗ്ലീഷിനെയും പറഞ്ഞുവിടാൻ അക്ഷർ പട്ടേലിനായി. പിച്ച് കൊടുക്കുന്ന ഒരു ഗ്രിഫ്റ്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ അക്ഷർ പട്ടേലിന്റെ ബോളിങ്ങിനായി. അതാണ് ഇന്നത്തെ വിജയത്തിൽ മെയിൻ ഒരു ഘടകം. അതുപോലെ തന്നെ ബുംറയെ പവർ പ്ലേക്കകത്ത് 3 ഓവർ കൊടുത്തു തീർത്തില്ല. പവർ പ്ലേക്കകത്ത് ഒരു ഓവർ കൊടുക്കുന്നു, മിഡിലിനകത്ത് ഒരു ഓവർ കൊടുക്കുന്നു. ബുംറയും കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സൂര്യകുമാർ യാദവിനായി. അതുപോലെ തന്നെ ശിവൻ ഡുബെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് സമയത്ത് കൊണ്ടുവരും. മീഡിയം ബോളർമാർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പിച്ചായിരുന്നു. ഒരു സ്ലോയിഷ് ആയിട്ടുള്ള ഒരു പിച്ചിൽ സ്ലോ ബൗൺസ് സ്ലോ കട്ടറൊക്കെ എറിയാൻ കഴിയാവുന്ന ഒരു ബോളർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പിച്ചായിരുന്നു. നേതൻ എലൈസ് എറിഞ്ഞ് കാണിച്ചു തന്നു. ബാക്ക് ഓഫ് ലൈനിൽ വന്ന് സ്ലോ ബോൾ എറിഞ്ഞു, സ്ലോ കട്ടർ എറിഞ്ഞു. നേതൻ എലൈസ് വന്ന് വിക്കറ്റ് എടുത്തു. 21 റൺസിൽ നേതൻ എലൈസ് 3 വിക്കറ്റ് എടുത്തത്. അതേ ടൈമിൽ തന്നെ പവർ പ്ലേക്ക് ശേഷം ശിവൻ ഡുബെ കൊണ്ടുവരാനായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വിക്കറ്റ് എടുക്കുന്നു. ടിം ഡേവിഡും മിച്ചിൽ മാഷ് അവിടെ സെറ്റായിട്ട് നിൽക്കുമായിരുന്നു. ഒരു സ്ലോ കട്ടർ എറിഞ്ഞു, ഒരു സ്ലോ ബൗൺസ് എറിഞ്ഞു മിച്ചിൽ മാഷിനെ വീഴ്ത്തി. ടിം ഡേവിഡിനെതിരെ സ്ലോ കട്ടർ സ്ലോ ബൗൺസ് എറിഞ്ഞ് ടിം ഡേവിഡിനെ വീഴ്ത്താൻ ശിവൻ ഡുബൈക്കായി. സോ നോക്കുവാണെങ്കിൽ ബോളിംഗ് റൊട്ടേഷൻ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അർഷ്ദീപ് സിംഗിനെ കറക്റ്റ് സമയത്ത് കൊണ്ടുവന്ന് മൂന്നാമത്തെ ഓവറിൽ അർഷ്ദീപ് സിംഗ് വന്നിട്ട് അവിടെ വിക്കറ്റ് എടുക്കാനായി. ഫിലിപ്പിന്റെ വിക്കറ്റ് അവിടെ എടുത്തു. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയെ കറക്റ്റായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തു. മാക്സ്വെലിന്റെ വിക്കറ്റ് എടുക്കാൻ അവിടെ ആയി. സുന്ദറിനെ കൊണ്ടുവന്ന 17ാമത്തെ ഓവറിലാണ്. സുന്ദർ വന്നിട്ട് സ്റ്റോണിസിന്റെ വിക്കറ്റ് എടുക്കാനായി. സുന്ദറിനെ നോക്കുവാണെങ്കിൽ ഉപയോഗിച്ചില്ല സത്യം പറഞ്ഞാൽ. അവരുടെ മെയിൻ ബോളർമാരായ വിക്കറ്റ് ടേക്കിംഗ് ബോളർമാരെ യൂട്ടിലൈസ് ചെയ്തു. അവർക്ക് ഏതെങ്കിലും രീതിയിൽ അടി കൊള്ളുകയാണെങ്കിൽ മാത്രം സുന്ദറിനെ കൊണ്ടുവരാമെന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. അതെന്തായാലും വർക്കായി. ശിവൻ ഡുബെ നോക്കുവാണെങ്കിൽ വലിയ രീതിയിൽ അടി കൊണ്ടില്ല. അക്ഷർ പട്ടേൽ അടി കൊണ്ടില്ല. വരുൺ ചക്രവർത്തി ആയാലും വലിയ രീതിയിൽ അടി കൊണ്ടില്ല. സോ ആ ബോളർമാരെ തന്നെ യൂട്ടിലൈസ് ചെയ്യാനായി. സുന്ദറിന് സമയമായപ്പോൾ സുന്ദറിനെ കൊണ്ടുവന്നു. സുന്ദർ ആയാലും 2 ഓവറിനകത്ത് 3 വിക്കറ്റ് എടുക്കാനായി. സ്റ്റോൺസിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റ് ആയിരുന്നു. മേ ബി സ്റ്റോൺസിന് അവിടെ നിന്നിട്ട് കളി തിരിക്കാമായിരുന്നു. സോ വിക്കറ്റ് എടുക്കാനായി സൂര്യകുമാർ യാദവിന്റെ ബ്രില്യൻ ക്യാപ്റ്റൻസി ആയിരുന്നു. പിന്നെ ഇന്ന് ഇന്ത്യൻ ടീമിന്റെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ ശുഭ്മൻ ഗിൽ വന്ന് ശുഭ്മൻ ഗില്ലിന്റെ ഒരു സ്റ്റൈൽ ഓഫ് ഇന്നിങ്സ് കാഴ്ചവെച്ചു. 39 ബോളിൽ നിന്ന് 46 റൺസ് എടുത്തു. 119 സ്ട്രൈക്ക് റേറ്റ്, 4 4 1 6. മോഡേൺ ഡേക്ക് പറ്റിയ ഒരു സ്ട്രൈക്ക് റേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. മേ ബി ഇന്ത്യൻ പിച്ചുകളിൽ മേ ബി ശുഭ്മൻ ഗിൽ ഒരു 140 സ്ട്രൈക്ക് റേറ്റ് കളിക്കാൻ പറ്റുമായിരിക്കും IPL ഒരു സ്റ്റൈൽ. സോ ഇതാണ് ശുഭ്മൻ ഗില്ലിന്റെ ഒരു ഇന്നിങ്സ്. BCCIക്കും ടീം സെലക്ഷനും ഈ ടൈപ്പ് ഒരു ഇന്നിങ്സ് ആണ് ആവശ്യമെങ്കിൽ ഇങ്ങനെ ഒരു ഇന്നിങ്സ് ശുഭ്മൻ ഗില്ലിന് കളിക്കാൻ പറ്റും. അത് നമുക്ക് പണ്ടേ അറിയാവുന്നതാണ്. യശസ്വി ജയ്സ്വാളിനെ കൂടി ഒരു 175 സ്ട്രൈക്ക് റേറ്റിലോ അല്ലെങ്കിൽ സഞ്ജു സാംസനെ കൂടി ഒരു 170 സ്ട്രൈക്ക് റേറ്റിലോ ശുഭ്മൻ ഗില്ലിന് കളിക്കാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. മേ ബി ഫ്യൂച്ചറിൽ കളിച്ചേക്കാം. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സ്റ്റൈൽ ഓഫ് ക്രിക്കറ്റ് കളിക്കുന്നത്. നമുക്ക് 140 അല്ലെങ്കിൽ 145 സ്ട്രൈക്ക് റേറ്റിൽ IPL കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതേ കൈൻഡ് ഓഫ് ഒരു ഇന്നിങ്സ് ഇന്നും ശുഭ്മൻ ഗിൽ വന്ന് കാഴ്ചവെച്ചു. ഫസ്റ്റ് ബോൾ മുതലേ അടിച്ച് കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ അല്ല ശുഭ്മൻ ഗിൽ. ബോൾ എടുത്ത് ടൈം എടുത്ത് കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ ആണ്. ആ ഒരു ആങ്കർ ഇന്നിങ്സ് വന്നിട്ട് ഇന്ന് കാഴ്ചവെച്ചു. ശുഭ്മൻ ഗില്ലിന്റെ മേലും പ്രശ്നം ഉണ്ടായിരുന്നു. ശുഭ്മൻ ഗില്ലിന് അറിയാം യശസ്വി ജയ്സ്വാൾ വെളിയിൽ നിൽപ്പുണ്ട്, എൻ്റെ പേരിലാണ് സഞ്ജു സാംസൺ പുറത്തിരിക്കുന്നത്. സോ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. ഔട്ട് ഓഫ് ഫോം അല്ലായിരുന്നു, നമുക്കറിയായിരുന്നു. ODI സീരീസിലോട്ട് നോക്കുമ്പോൾ ഔട്ട് ഓഫ് ഫോം അല്ലായിരുന്നു. പക്ഷേ റൺസിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ന് വന്നിട്ട് ടൈം എടുത്തു. ശുഭ്മൻ ഗില്ലിന്റെ ഇന്നിങ്സ് കാഴ്ചവെച്ചു. റൺസ് വന്നു. പിന്നെ ശിവൻ ഡുബെ നമ്പർ 3ലേക്ക് പറഞ്ഞു വിടുന്നു. ഒരു എക്സ്പെരിമെന്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഒരു എക്സ്പെരിമെന്റ് ആണെന്ന്. അവിടെ ആദം സാംബ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദം സാംബയെ പണിഷ് ചെയ്യാൻ, ആദം സാംബയെ അടിച്ച് കളിക്കാൻ വേണ്ടി ശിവൻ ഡുബെ പറഞ്ഞു വിട്ടതാണ്. മിച്ചൽ മാഷ് എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ബുദ്ധിപരമായിട്ട് പ്രവർത്തിച്ചു. അവിടെ ലോകത്തിലുള്ള ആർക്കും അറിയാം ശിവൻ ഡുബെ വരുന്നത് സ്പിന്നർമാരെ അറ്റാക്ക് ചെയ്യാൻ. സോ ആദം സാംബയെ മിച്ചൽ മാഷ് മാറ്റി നിർത്തുന്നു. ഫാസ്റ്റ് ബോളർമാരെ കൊണ്ടുവരുന്നു. എന്താണോ ഇന്ത്യൻ ടീം വിചാരിച്ചത് അത് ഇന്ത്യൻ ടീമിന് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കിട്ടിയില്ല. ആദം സാംബയെ മാറ്റി വെക്കുന്നു. അവിടെ നേതൻ എലൈസിനെയും സേവർ ബാറ്റ്ലെറ്റിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ശിവൻ ഡുബെ അല്പം ഒന്ന് സ്ട്രഗിൾ ചെയ്യാൻ കഴിഞ്ഞു. റൺ റേറ്റ് അവിടെ കുറയ്ക്കാൻ കഴിഞ്ഞു. സോ അത് എപ്പോഴും വർക്കൗട്ട് ആവുന്ന ഒരു മെത്തേഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ശിവൻ ഡുബെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവർ സ്പിന്നർമാരെ കൊണ്ട് എറിയിപ്പിക്കുന്നു. അവരെ നോക്കുവാണെങ്കിൽ വലിയ സ്പിന്നർമാരില്ലാന്താലും
ആദം സാംബ മാത്രമാണ് അവരിലുള്ളത്. സോ ആ ഒരു പൊസിഷനിലേക്ക് സൂര്യകുമാർ യാദവിനെ തന്നെ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. അല്ല ഇനി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ ആണ് ടീം ഉദ്ദേശിച്ചതെങ്കിൽ തിലക് വർമ്മ എന്ന് പറഞ്ഞ ഒരു പ്രൂവ് ചെയ്ത ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. നമ്പർ 3 ചോദിച്ചു വാങ്ങിച്ചു വന്ന് 100 എടുത്ത പ്രൂവ് ചെയ്തൊരു പ്ലെയർ ഉണ്ടായിരുന്നു. സോ ശിവൻ ഡുബെ അവിടെ പറഞ്ഞു വിട്ടത് ഓക്കെ, ഒരു എക്സ്പെരിമെന്റ് അല്ല, ഇതായിരുന്നു ഉദ്ദേശം. പക്ഷെ ആ ഒരു ഉദ്ദേശം നടന്നില്ല. ഇപ്പം 3 സ്പിന്നർമാരുള്ള ഇന്ത്യൻ കണ്ടീഷനിലോ അല്ലെങ്കിൽ ശ്രീലങ്കൻ കണ്ടീഷനിലോ ഒക്കെ ഓക്കെയാണ്, ചിലപ്പോൾ അത് വർക്കൗട്ട് ആവും. പക്ഷെ ആസ്ട്രേലിയ വിട്ട് ഒറ്റ ഒരു സ്പിന്നറുള്ള, ആദം സാംബയെ കൊണ്ട് ഒരു സ്പിന്നറുള്ള, അല്ലെങ്കിൽ മാക്സ്വെലിനെ ഒന്നും അവർ എറിയിപ്പിച്ചില്ല. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഒരു ആവശ്യമില്ലായിരുന്നു. സൂര്യകുമാർ യാദവിന് വന്നിട്ട് ഇന്ന് ബാറ്റ് ചെയ്യുന്നു, പക്ഷെ റൺസിനെ കൺവേർട്ട് ചെയ്യാൻ ഇന്നും കഴിഞ്ഞില്ല. സൂര്യകുമാർ യാദവ് നോക്കുമ്പോൾ ഫോം ഔട്ട് ആണോ എന്ന് ചോദിച്ചാൽ ഫോം ഔട്ട് അല്ല. 2 6 ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു, ടിപ്പിക്കൽ സൂര്യകുമാർ യാദവിന്റെ ഷോട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ റൺസിനെ ശുഭൻ ഗില്ലിനെ കൊണ്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ അക്ഷർ പട്ടേലിന് നല്ല രീതിയിലുള്ള ഫിനിഷ് ഇന്ത്യയെ ഒരു ഭേദപ്പെട്ട ഒരു സ്കോറിലേക്ക് കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയണം. പിന്നെ ആസ്ട്രേലിയയുടെ ബാറ്റിങ്ങിലോട് വരുവാണെങ്കിൽ നമുക്കറിയാം, കുറച്ച് നാൾ കൊണ്ട് ആസ്ട്രേലിയ മിച്ചിൽ മാഷിന്റെ തോളിലേറിയാണ് മിക്കുള്ള മത്സരങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാവസ് ഹെഡിന്റെ ഫോം നമുക്കറിയാം. ട്രാവസ് ഹെഡ് ഇപ്പം ടീമിൽ നിന്ന് ഡ്രോപ്പ് തന്നെയാണ്. മെയിൻ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ മിച്ചിൽ മാഷ് ആയിരുന്നു. മിച്ചിൽ മാഷ് നല്ലൊരു ഹ്യൂജ് റൺ എടുക്കും, അല്ലെങ്കിൽ ഒരു 15 ഓവർ വരെ നിൽക്കും. ബാക്കിയുള്ളവർക്ക് മാച്ചിനെ ഫിനിഷ് ചെയ്യാൻ കഴിയും. ആ ഒരു രീതിയിലായിരുന്നു കളി. പക്ഷേ മിച്ചിൽ മാഷിന്റെ വിക്കറ്റ് നേരത്തെ എടുക്കാൻ കഴിയുന്നു ഇന്ത്യക്ക്. അതാണ് ഇന്ത്യക്ക് മത്സരത്തിലോട്ട് തിരിച്ചു വരാൻ കഴിയുന്നത്. ഇന്നത്തെ മത്സരം നോക്കുവാണെങ്കിൽ മിച്ചൽ മാഷ് മേ ബി കളി കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്ന വിചാരിച്ചു നമ്മൾ. പക്ഷേ മിച്ചൽ മാഷിന്റെ വിക്കറ്റ് എടുക്കാൻ നമുക്കായി. അതുകൊണ്ട് തന്നെ പവർ പ്ലേക്ക് ശേഷം ഇന്ത്യയുടെ ബോളർമാർക്ക് ആസ്ട്രേലിയയുടെ മേൽ കുതിച്ച് കയറാൻ കഴിയുന്നുണ്ട്. ആസ്ട്രേലിയയുടെ വിക്കറ്റ് എടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ ആസ്ട്രേലിയയുടെ ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ നേതൻ എലീസ് എന്നാ ഒരു സൂപ്പർ ബോളറാണ്. ആദ്യത്തെ ഓവർ എറിയാൻ വരുന്നു 11 റൺസ് കൊടുക്കുന്നു. പിന്നെ എറിഞ്ഞ 3 ഓവറിനകത്ത് 10 റൺസ് കൊടുക്കുന്നു, 3 വിക്കറ്റ് എടുക്കുന്നു. മിഡിൽ ഓവറിനകത്തും ഡെത്ത് ഓവറിനകത്തും വന്ന് ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെ സ്ട്രഗിൾ ചെയ്യിക്കാൻ, വിക്കറ്റ് എടുക്കാൻ, ഇന്ത്യയുടെ റൺസിനെ കുറയ്ക്കാൻ നേതൻ എലീസിന്റെ മനോഹരമായ ബോളിങ്ങിന് കഴിയും. സ്ലോ കട്ടർ എറിയാൻ കഴിവുള്ള ഒരു ബോളർ, ബാക്ക് ഓഫ് ലെങ്തിൽ സ്ലോ ബോൾ എറിയാൻ കഴിവുള്ള ഒരു ബോളർ, ഷോർട്ട് പിച്ച് ബോൾ എറിയാൻ കഴിവുള്ള ഒരു ബോളർ, ഫുൾ ലെങ്ത് എറിയാൻ കഴിവുള്ള ഒരു ബോളർ. സോ നല്ലൊരു ബോളറാണ്. T20 പറ്റിയ ഒരു ബോളർ തന്നെയാണ്. ആ ഒരു പ്രകടനം നേതൻ എലീസിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ബാക്കിയുള്ളവർ നോക്കുകയാണെങ്കിൽ ആദം സാംബ 3 വിക്കറ്റ് എടുത്തു. പക്ഷേ 11 എക്കണോമി. ബാക്കിയുള്ളവർക്കെല്ലാം നോക്കുവാണെങ്കിൽ ഇന്ത്യ അത്രമാത്രം പിടിച്ചു കെട്ടാനോ ഇന്ത്യയെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കാനോ ബാക്കിയുള്ളവർക്ക് കഴിഞ്ഞില്ല. സോ എന്തുകൊണ്ട് നല്ലൊരു വിജയം തന്നെയാണ്. ഇവിടുന്ന് നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് എന്തായാലും സീരീസ് നഷ്ടപ്പെടത്തില്ല. അടുത്ത കളി കൊണ്ട് ജയിച്ച് ഇന്ത്യക്ക് ഈ സീരീസ് നേടാൻ കഴിയും. നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയൻ ടീം അത്ര ബെറ്റർ അല്ല ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. പ്രത്യേകിച്ച് ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ, ബോളിംഗ് നോക്കുവാണെങ്കിൽ ജോഷ് ഹേസൽവുഡ് ഇല്ലാത്ത ഒരു ടീമിന് ഇന്ത്യയുടെ മുമ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ട് ഇന്ത്യക്ക് ഈ സീരീസ് ജയിച്ച് കയറാൻ കഴിയും. വലിയ എക്സ്പെരിമെന്റ് ഒന്നും കാഴ്ചവെക്കാതെ ഈ കാഴ്ചവെച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുവാണെങ്കിൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് ഈ പ്രാവശ്യം സീരീസ് ആസ്ട്രേലിയയിൽ നിന്ന് തൂക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് പോകാൻ കഴിയും. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മാച്ചിന് മുമ്പായിട്ട് ഇന്ത്യക്ക് ഒരു അല്പം കോൺഫിഡൻസ് കിട്ടും ഇവിടുന്ന് കിട്ടുന്ന ഒരു വിജയം.